ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതിലേക്ക് അതുപോലെ എന്നാണ് ഇലക്ഷൻ പ്രഖ്യാപിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇലക്ഷൻ പ്രഖ്യാപിച്ച് പുതിയ രീതി അറിയാലോ UDFന്റെ വലിയ താമസമില്ലാത്ത സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ഇലക്ഷൻ പ്രഖ്യാപിച്ചു അത് നിങ്ങൾ തന്നെ തീരുമാനിക്കുന്നതാണ്. നിങ്ങൾ ഓരോ ചാനലിലും ഓരോ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് ഞങ്ങൾ അതെങ്കിലും തീരുമാനിക്കേണ്ട ഒരു അവകാശം ഞങ്ങൾക്ക്. ചില ചാനൽ രാവിലെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും, ഉച്ചയാകുമ്പോഴേക്കും വേറെ ആളെ പറയും, പിറ്റേ ദിവസം വേറെ ആളെ പറയും. അങ്ങനെ എല്ലാ ചാനൽ കൂടി സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് ഞങ്ങൾക്കൊരു ജോലി ഇല്ലാതാവൂലേ? ദയവ് ചെയ്ത് അതെങ്കിലും ഞങ്ങൾക്ക് വിട്ടാം. ഞങ്ങളവിടെ ഞങ്ങളുടെ നിയോജക മണ്ഡലമാണ്, ചില പ്രത്യേക സാഹചര്യങ്ങളാണ് ഞങ്ങൾ തോറ്റത്. ആ പ്രതികൂലമായ സാഹചര്യങ്ങളെല്ലാം മാറി അൻവർ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. അവിടെ UDF സ്ഥാനാർത്ഥി ആരായാലും PV അൻവർ അവിടുത്തെ സിറ്റിംഗ് MLA രാജിവെച്ച അന്ന് തന്നെ ഏത് സ്ഥാനാർത്ഥിയായാലും പിന്തുണ കൊടുക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം ഞങ്ങളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പൂർണ്ണമായ പിന്തുണ UDF സ്ഥാനാർത്ഥികൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം നൽകിയ പിന്തുണ അത് വേണ്ടാന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ പിന്തുണയുണ്ട്. ഏത് UDF സ്ഥാനാർത്ഥി വന്നാലും പിന്തുണയ്ക്ക് വന്ന് അവിടുത്തെ സിറ്റിംഗ് MLA ആയിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കുറെ നാളായില്ല, 3-4 കൊല്ലമായില്ല ED അന്വേഷിക്കാൻ പോയിട്ട്. ആ തൃശ്ശൂര് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് ED പിടിമുറുക്കി എന്നൊക്കെ പറഞ്ഞ വാർത്ത വന്നിട്ട് അത് ആ ഇലക്ഷന് വേണ്ടി മാത്രം മുറുക്കിയ പിടിയാണ്. ഇങ്ങോട്ട് വരുന്നില്ലല്ലോ സാധനം. 3-4 കൊല്ലമായിട്ട് ED അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് 100-400 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ട് അതിങ്ങോട്ട് വരുന്നില്ലല്ലോ. എന്താ ധാരണ പുറത്താണ്? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഏത് സമയത്ത് വേണമെങ്കിലും പ്രഖ്യാപിക്കാം. പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. 20,000 വോട്ടിന് വിജയിക്കും എന്നുള്ളതാണ് UDFന്റെ ആത്മവിശ്വാസം. സ്ഥാനാർത്ഥി തീരുമാനിക്കുന്നതിന്റെ കാര്യത്തിൽ അതെങ്കിലും ആ അവകാശമെങ്കിലും നേതാക്കൾക്ക് വിട്ടുകൊടുക്കണം എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. മാധ്യമങ്ങൾ ഇങ്ങനെ വാർത്ത വരിക, ഒരു സ്ഥാനാർത്ഥി ആരാകും എന്നുള്ളതിനെ കുറിച്ച് സാധ്യതകൾ വരിക എന്ന് പറയുന്നത് പതിവാണ്. ഇപ്പോൾ 4 വർഷം മുൻപാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് ആരാകും എന്നുള്ളതിനെ കുറിച്ചും വാർത്ത വന്നിരുന്നു. കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് തീരുമാനിച്ചത്. മാധ്യമങ്ങൾക്ക് തീരുമാനിക്കാനുള്ള അവകാശമില്ല. ഈ കാര്യത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ വാർത്ത വരുന്നതിനെ കുറിച്ചൊക്കെ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ അസഹിഷ്ണുത ഉണ്ടാകണോ എന്നുള്ള കാര്യത്തിലാണ് സംശയം തോന്നുന്നത്.